യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ നാം നമ്മെ തന്നെ ദൈവമാതാവിൻ്റെ വിമലഹൃദയത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഈ ദിവസങ്ങളിൽ ഈ കർത്താവിൻ്റെ അമ്മ എൻ്റെ അരികിൽ വന്നാൽ എന്തെല്ലാം സംഭവിക്കും എന്ന് നമുക്ക് അല്പമായി ചിന്തിക്കാം. നാം ഏവർക്കും അറിയാവുന്ന പോലെ ലൂക്കായുടെ സുവിശേഷം 1:28 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. സ്വർഗീയ പിതാവ് അയക്കുന്ന മാലാഹ അഥവാ ദൈവത്തിൻ്റെ ദൂതൻ അവിടുത്തെ വചനം മറിയത്തെ അറിയിക്കുമ്പോൾ ആ വചനം കേട്ടുകൊണ്ട് മറിയം എന്ന കന്യകയായ മകൾ അസ്വസ്ഥപ്പെടുകയാണ്. അവളുടെ ഉള്ള സ്വസ്ഥത നഷ്ടപ്പെട്ട സ്ഥിതിയിൽ അവൾ ചിന്തിക്കുന്നു, ധ്യാനിക്കുന്നു, ദൈവമേ ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? ഈ ഒരു ആകുല ചിന്ത അല്ലെങ്കിൽ സ്വസ്ഥത നഷ്ടപ്പെടുന്ന വേളയിൽ ദൈവത്തിൻ്റെ ദൂതൻ മറിയത്തെ സഹായിക്കുകയാണ്. ഭയപ്പെടേണ്ട, അസ്വസ്ഥപ്പെടേണ്ട. ലൂക്ക 1:35 നമ്മൾ കാണുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും എന്നുള്ള ആശ്വാസവചനം പങ്കുവച്ചുകൊണ്ട് മറിയത്തിൻ്റെ ഹൃദയത്തെ ദൈവത്തിൻ്റെ ദൂതൻ ബലപ്പെടുത്തുന്നതായിട്ടാണ് നാം ഇവിടെ കാണുക. എന്തായാലും ഈ വചനം ശ്രവിച്ചു കഴിഞ്ഞപ്പോൾ മറിയത്തിലെ അസ്വസ്ഥത മാറിയിട്ട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാൻ കഴിയുന്ന വിധം പിതാവിന് തന്നെ സമ്പൂർണ്ണമായിട്ടും മാതാവ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, സമർപ്പിക്കുകയാണ്. ഇപ്പോൾ വിമലഹൃദയ പ്രതിഷ്ഠ ദിവസങ്ങളിൽ നാമം ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ്. പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ അവിടുത്തെ വചനത്തിൻ്റെ മുൻപിൽ നാം നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ടും അടിയറ വയ്ക്കുന്നു. ഇതാ ദാസി അഥവാ ഇതാ ദാസൻ എന്ന് പറഞ്ഞ് നമ്മെ സമ്പൂർണ്ണമായിട്ടും ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. അതാകണം നമ്മുടെ ഏറ്റവും വലിയൊരു പ്രാർത്ഥന. നമുക്ക് മറ്റൊരു കാര്യം കൂടെ നമുക്ക് ചിന്തിക്കാം, ധ്യാനിക്കാം. ദൈവവചനം യഥാർത്ഥമായി കേൾക്കുന്ന, ശ്രവിക്കുന്ന ഒരു വ്യക്തിയിൽ ആദ്യം കടന്നു വരിക ഒരുപക്ഷെ ഈ മറിയത്തിൽ സംഭവിച്ചതുപോലെ അസ്വസ്ഥതയുടെ ചിന്തകളായിരിക്കാം. കാരണം ദൈവവചനം പലപ്പോഴും നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ പല സ്വാർത്ഥതകളെയും വിട്ടൊഴിയുവാൻ, പല പാപങ്ങളെയൊക്കെ വിട്ടകലുവാൻ നമ്മെ വചനം വന്നു വിളിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ആ വചനത്തോട് നല്ല രീതിയിൽ പ്രത്യുത്തരിക്കാൻ പറ്റാറില്ല. അതൊന്നുകിൽ നമ്മൾ ധ്യാന ഗുരുക്കന്മാരെയോ ശുശ്രൂഷകരെയോ ഒക്കെ കുറ്റം പറഞ്ഞോ വിധിച്ചോ അല്ലെങ്കിൽ പരിഹസിച്ചോ ഒക്കെ ആ വചനത്തെ അല്ലെങ്കിൽ പിതാവ് അയക്കുന്ന ആ ദൂതരെ പലപ്പോഴും നാട്ടി ഓടിക്കുന്ന അനുഭവം അനേകരുടെ ജീവിതത്തിൽ നമുക്ക് കാണാനിട വന്നിട്ടുണ്ട്. നമ്മൾ ഓർക്കുക, പ്രാർത്ഥിക്കുക, ഈ മറിയത്തിൻ്റെ പക്കലേക്ക് അയച്ച അതേ ദൂതനെ നമ്മുടെ ഈ തലമുറയിലും അനേകം ദൈവവചന ശുശ്രൂഷകരിലൂടെ അനേകം ജീവിത സാഹചര്യങ്ങളോടൊക്കെ ദൈവമായ കർത്താവ് നമ്മോട് സംസാരിക്കാൻ മുതിരുമ്പോഴും നമ്മിൽ പലരും അല്ലെങ്കിൽ പലപ്പോഴും നമുക്കതിന് ചെവിയെടുക്കാൻ കഴിയാതെ ആ ദൈവവചനത്തോട് നാം പലപ്പോഴും മറുതലിക്കാറുണ്ട്. നമുക്കിവിടെ ഈ മറിയത്തിൻ്റെ നല്ലൊരു മാതൃക, അവൾക്ക് അസ്വസ്ഥത തോന്നിയെങ്കിലും ഇതൊക്കെ എങ്ങനെ സംഭവിക്കുമെന്ന് ഹൃദയത്തിലുള്ള ആ ഒരു ചിന്തയുണ്ടല്ലോ, ആ ഒരു എളുപ്പപ്പെടൽ, ദൈവമേ എന്നെക്കൊണ്ട് ഇതാവത്തില്ല, അങ്ങ് സഹായിച്ചാലേ കഴിയൂ എന്നുള്ളൊരു ആ ഒരു മനോഭാവത്തിലാണ് ദൈവം വീണ്ടും ദൂതനിലൂടെ വചനത്തെയും പരിശുദ്ധാത്മാവിനെയും നിറച്ചു കൊടുത്ത് ദൈവഹിതത്തിലേക്ക് മറിയത്തെ കൈപിടിച്ച് വളർത്തുന്നത്. അപ്പോൾ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നാളുകളിൽ നമ്മൾ ഓർക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ഇങ്ങനെ കൂടിയാണ്. ദൈവമേ കഴിഞ്ഞുപോയ നാളുകളിൽ അനേകം ദൂതരിലൂടെ അനേകം ദൈവവചനങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് ഹൃദയത്തിലേക്കൊക്കെ നീ പകരാൻ പരിശ്രമിച്ചെങ്കിലും പലപ്പോഴും ആ വചനങ്ങളൊക്കെ ഞാൻ നിരാകരിച്ചിട്ടുണ്ട്. ചിലതൊക്കെ ഞാൻ സ്വീകരിച്ചു, ചിലതൊക്കെ ഞാൻ നിരാകരിച്ചു. ഈ ഒരവസ്ഥയെ ഓർത്ത് നമുക്ക് ദൈവത്തോട് മാപ്പ് ചോദിച്ചിട്ട് വേണം ഈ വിമലഹൃദയ പ്രതിഷ്ഠ ദിവസങ്ങളിൽ നമ്മളെ പൂർണ്ണമായിട്ടും മാതാവിനും ദൈവത്തിന് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ. എന്തായാലും ഈ ദൂതൻ്റെ വചനം കേട്ട മറിയത്തിനുണ്ടായ വലിയ പ്രത്യാശ, അതായത് അത്യുന്നതൻ്റെ ശക്തി, ആ ശക്തിയാകുന്ന ദൈവവചനവും പരിശുദ്ധാത്മാവും മറിയത്തിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ മറിയത്തിൻ്റെ ജീവിതം, അവളുടെ ചിന്ത, അവളുടെ കാലടികൾ, അവളുടെ മനോഭാവങ്ങൾ അത് മുഴുവൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലായി. പിന്നീട് മറിയത്തിൽ ജീവിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്, അല്ലെങ്കിൽ മറിയത്തെ നയിച്ചത് ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ വചനവും പരിശുദ്ധാത്മാവും ഒരു വ്യക്തിയുടെ ഉള്ളിൽ വന്നാൽ സംഭവിക്കുന്ന കാര്യമാണ് മറിയത്തിൻ്റെ ജീവിതത്തിൽ പിന്നീട് കാണുന്നത്. കാരണം തൻ്റെ സാന്നിധ്യം, തൻ്റെ ശുശ്രൂഷ വേണ്ട വ്യക്തിയുടെ അരികിലേക്ക്, അല്ലെങ്കിൽ സഖറിയായുടെയും എലിസബത്തിൻ്റെയും ഭവനത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെടുവാനും ദൈവം ആഗ്രഹിക്കുന്ന നാളുകൾ അത്രയും ആ കുടുംബത്തോട് കൂടെ ആയിരുന്നു അവർക്ക് ചെറുതും വലുതുമായ അനവധി ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കുവാൻ കന്യകാമാതാവിന് സാധിച്ചു. അപ്പോൾ നമ്മൾ ഈ വിമലഹൃദയ പ്രതിഷ്ഠയിലൂടെ കടന്നു പോകുമ്പോൾ മാതാവിൻ്റെ മാതൃക അനുകരിച്ചുകൊണ്ട് നമുക്ക് സ്വർഗീയ പിതാവിനോട് ചോദിക്കാവുന്നൊരു കാര്യമാണ്, പിതാവേ എൻ്റെ സാന്നിധ്യം, എൻ്റെ ഒരു വാക്ക്, അല്ലെങ്കിൽ എന്നാൽ കഴിയുന്ന നന്മ അത് ചെയ്യാൻ കഴിവുള്ള അല്ലെങ്കിൽ അത് അർഹിക്കുന്ന മക്കൾക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ട അനുഗ്രഹം
ഈ വിമലഹൃദയ പ്രതിഷ്ഠയിൽ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരിലേക്കും അങ്ങ് സമർത്ഥമായിട്ട് ചൊരിയണമേ എന്ന് കൂടി നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. എന്തായാലും ഈ ദൈവവചനവും പരിശുദ്ധാത്മാവും നിറഞ്ഞ മറിയത്തിൻ്റെ ജീവിതം മുഴുവനും ദൈവാത്മാവിൻ്റെ നിറവുള്ളതായിട്ട് മാറി. ഈ മറിയത്തിൻ്റെ രൂപത്തിലും അവളുടെ വാക്കിലും നോക്കിലും എല്ലാം ദൈവത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞ് കവിയുന്നൊരു അനുഭവം ഉണ്ടായിരുന്നു. നമുക്കറിയാം, ആ എലിസബത്തിനെ കണ്ട് അഭിവാദന സ്വരം അറിയിക്കുമ്പോൾ എലിസബത്തും ഉദരത്തിലായിരുന്ന കുഞ്ഞു പോലും പരിശുദ്ധാരൂപിയാൽ നിറഞ്ഞ് സന്തോഷിക്കുന്ന ഒരു അനുഭവം നമ്മുടെ കൺമുമ്പിലുണ്ട്. ലൂക്ക 1:15 ഗബ്രിയേൽ പ്രവചനം ഇവിടെ പൂർത്തിയാണ്. അതായത് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും എന്ന് വെളിപ്പെടുത്തപ്പെട്ട കാര്യമാണ് മറിയത്തിൻ്റെ സാന്നിധ്യം വഴി ആ കുടുംബത്തിലും വ്യക്തികളിലും അപ്പോൾ സംഭവിച്ചത്. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കവിഞ്ഞ മറിയത്തിൻ്റെ നല്ലൊരു വാക്ക് ശ്രവിച്ചതിലൂടെ എലിസബത്തിലേക്കും ഗർഭസ്ഥ ശിശുവിലേക്കും ദൈവചൈതന്യം പകർന്നൊഴുകുകയാണ്. അപ്പോഴുള്ളിൽ കടന്ന ശിശു സന്തോഷം കൊണ്ട് കുതിച്ചു ചാടുന്നു. എലിസബത്ത് അറിയാതെ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുകയാണ്. എന്തോ ഒരു ആനന്ദം, അല്ലെങ്കിൽ ദൈവാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട്, ദൈവവചനത്തിൻ്റെ നിറവ് കൊണ്ട് അഭിവാദന സ്വരത്തിലൂടെ ആ 3 വ്യക്തികൾ അവിടെ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു രംഗം അതെത്രയോ മനോഹരമാണ്. അപ്പോൾ നാം ഈ വിമലഹൃദയ പ്രതിഷ്ഠ കഴിയുമ്പോൾ ഈ ഒരു സ്തുതിയുടെ അനുഭവം, അല്ലെങ്കിൽ കന്യാമാതാവിൻ്റെ കരം പിടിച്ചുകൊണ്ട് ദൈവമേ നീ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ എത്രയോ വലിയ കാര്യങ്ങൾ ചെയ്തു തന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതികൾ ഉയർത്തുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മെ ഈ ദിവസങ്ങളിൽ അനുഗ്രഹിച്ചുയർത്തട്ടെ. ഇനി ഇവിടെ ഈ എലിസബത്തിൻ്റെ ദൈവസ്തുതിപ്പിന് ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. അതുകൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. അത് അറിയണമെങ്കിൽ ലൂക്കായുടെ സുവിശേഷം 1:24-25 വാക്കുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുക: 5 മാസം മനുഷ്യരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടാതെയാണ് ഈ എലിസബത്ത് കഴിഞ്ഞുകൂടിയത്. ഓർത്തു നോക്കുക, വാർദ്ധക്യത്തിലെ ഗർഭധാരണം, അതേക്കുറിച്ച് സ്വന്തക്കാരും അല്ലെങ്കിൽ അയൽക്കാരൊക്കെ അറിയുമ്പോഴും കേൾക്കുമ്പോഴും ഉണ്ടാകുന്ന പ്രതികരണം, പ്രത്യേകിച്ച് ആ ഒരു കാലഘട്ടത്തിൽ ദമ്പതികൾക്ക് മക്കളില്ലാതിരിക്കുന്നത് ഒരു ദൈവാനുഗ്രഹക്കുറവായി കണ്ടിരുന്ന കാലഘട്ടത്തിൽ ഈ വാർദ്ധക്യത്തിലുണ്ടാകുന്ന ഗർഭത്തെക്കുറിച്ച് ആദ്യം കേൾക്കാൻ പോകുന്ന പ്രതികരണം എന്തായിരിക്കുമെന്നുള്ളൊരു ഉത്കണ്ഠയോ ഒരു ഭയമോ ഒരു അപകർഷതയോ ഈ എലിസബത്തിൻ്റെ മനസ്സിനെ പീഡിപ്പിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് 5 മാസക്കാലം മനുഷ്യർക്ക് ആർക്കും മുഖം കൊടുക്കാതെ വീടിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന ഒരു പ്രകൃതത്തിലേക്ക് എലിസബത്ത് മാറി നിൽക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇതിനകത്ത് മറ്റൊരു ഭാഗം കൂടെ ഇവിടെ പറയുന്നുണ്ട്. എലിസബത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം ദൈവം നീക്കി തന്നു എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് എലിസബത്ത് ഇവിടെ ദൈവത്തെ സ്തുതിക്കുക. അപ്പോൾ വലിയ അപമാനത്തിൻ്റെ വേദനയുടെ നടുവിൽ കഴിഞ്ഞിരുന്ന ആ ഒരു കുടുംബം, വർഷങ്ങളോളം കാത്തിരുന്ന ഒരു പ്രാർത്ഥനാ നിയോഗം, അത് ദൈവം സഫലമാക്കി. അതിൻ്റെ ഒരു പൂർത്തീകരണം എന്ന നിലയിലാണ് ഗർഭസ്ഥ ശിശുവും അമ്മയും ദൈവാത്മാവിനാൽ നിറയാൻ വേണ്ടിയിട്ട് സ്വർഗീയ പിതാവ് തൻ്റെ പ്രിയ മകളെ, കന്യകയായ മറിയത്തെ ആ ഭവനത്തിലേക്ക് പറഞ്ഞയക്കുന്നത്. അപ്പോൾ ഈ എലിസബത്തിൻ്റെ അരികിൽ വന്ന കന്യകയായ അല്ലെങ്കിൽ കർത്താവിൻ്റെ അമ്മയാകാൻ ഭാഗ്യം ലഭിച്ച യേശുവിൻ്റെ അമ്മ എൻ്റെ വ്യക്തി ജീവിതത്തിലേക്കും എൻ്റെ കുടുംബത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കേണ്ടത്, സംഭവിക്കാൻ പോകുന്നതും അത് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വിശ്വാസവും ഈ ഒരു പ്രത്യാശയും നമ്മുടെ ഉള്ളിലും ഉണ്ടാകണം. മാതാവ് എവിടെ ചെന്നോ അവിടെ എല്ലാം അനുഗ്രഹ സമൃദ്ധി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, തുള്ളിച്ചാടുന്ന ദൈവത്തെ സ്തുതിക്കുന്ന വലിയ ആഴമേറിയ ദൈവ അനുഭവങ്ങളാണ് മറിയം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ആഗ്രഹിക്കുകയും തീവ്രമായിട്ട് ഈ മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. മാതാവേ, ആ എലീശോയുടെ ഭവനത്തിലേക്ക് അരികിലേക്ക് വന്നതുപോലെ എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് ഈ ദിവസങ്ങളിൽ അമ്മ ഓടി വരണമേ, ഇറങ്ങി വരണമേ. നമുക്കറിയാം, ഈ ഗർഭസ്ഥ ശിശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു എന്നുള്ളത് എലിസബത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ, അവളുടെ ഹൃദയത്തിൽ, അവളുടെ ശരീരത്തിൽ അവൾ അനുഭവിച്ചറിഞ്ഞൊരു കാര്യമാണ്. അത് എലിസബത്ത് വിളിച്ചു പറയുന്നവരോടാണ് നാം അത് തിരിച്ചറിയുന്നത്. അപ്പോൾ ഇന്ന് ഈ തലമുറയിലെ ഒരുപാട് മാതാപിതാക്കന്മാരുടെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും അല്ലെങ്കിൽ അനേകരുടെ വേദന എന്ന് പറയുന്നത് ഈ ഗർഭസ്ഥ ശിശു അഥവാ വളർന്നുകൊണ്ടിരിക്കുന്ന ശിശു ഒരു യുവാവും യുവതിയുമാകാൻ വെമ്പൽ കൊണ്ട് വളരുന്ന നമ്മുടെ കുടുംബത്തിലെ കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ ഏറെ ഉത്കണ്ഠപ്പെടുന്ന, ഭയപ്പെടുന്ന ഒരു തലമുറയിലാണ് നാം ഒക്കെ ജീവിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ ഈ എലിസബത്തിൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും ഉദരത്തിലൊക്കെ സംഭവിച്ച മഹാ അത്ഭുതം, അതായത് ദൈവത്തിൻ്റെ വചനം നിറഞ്ഞ, ദൈവാത്മാവ് നിറഞ്ഞ കർത്താവിൻ്റെ അമ്മ കടന്നു വരുമ്പോൾ സംഭവിച്ച ഒരു അത്ഭുതം ഈ നാളുകളിൽ ക്രിസ്തീയ കുടുംബങ്ങളിൽ സംഭവിക്കുവാൻ എല്ലാ മനുഷ്യരും തീവ്രമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം.
വഴിതെറ്റിപ്പോകാൻ ഇടയുള്ള അല്ലെങ്കിൽ വഴിതെറ്റപ്പെട്ട് കൊണ്ടിരിക്കുന്ന അനേകം കുഞ്ഞുങ്ങൾ, അനേകം യുവതി യുവാക്കൾ ദൈവവചനത്താലും പരിശുദ്ധാരൂപിയാലും വിശുദ്ധീകരിക്കപ്പെടുന്ന, നവീകരിക്കപ്പെടുന്ന, തുള്ളിച്ചാടുന്ന, ആത്മാവിൽ സന്തോഷിക്കുന്ന ഒരു സ്വർഗീയ അനുഭവം പ്രദാനം ചെയ്യണമേ എന്ന് ഞാനും നിങ്ങളും തീവ്രമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നാം ഈ പ്രാർത്ഥനത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ പ്രാർത്ഥനയെ, നമ്മുടെ വേദനയെ, നമ്മുടെ നൊമ്പരങ്ങളെ എല്ലാം ആ മാതാവിന് നമ്മൾ ഫലമേൽപ്പിക്കുകയാണ്. അപ്പോൾ മാതാവിനെ ഏൽപ്പിക്കുന്നിടത്തുനിന്ന് ഓർത്ത് നോക്കുക, ഈ എലിസബത്തിൻ്റെ ഭവനത്തിൽ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? മറിയത്തിൻ്റെ ഉള്ളിലെ ദിവികാരൻ്റെ യേശു, പരിശുദ്ധാത്മാവ്. ഈ മറിയത്തെ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് നാം ക്ഷണിച്ചു കൊണ്ടുവരുമ്പോൾ ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. മറിയത്തിൻ്റെ ഉള്ളിലുള്ള ആ ദിവികാരുടെ നാഥൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, വചനമാകുന്ന യേശുവിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയപ്പെടുന്ന ഒരുപാട് അനുഗ്രഹ സമൃദ്ധി. അപ്പോൾ ഇതെല്ലാം ഈ ദിവസങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യണം. നമുക്ക് ഓർക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, വളർന്നു വരുന്ന യുവതലമുറയെ, കുഞ്ഞുങ്ങളെ സ്നാപകൻ പരിശുദ്ധാത്മാവിൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് നിറഞ്ഞതുപോലെ തന്നെ ഈ വിമലഹൃദയ പ്രതിഷ്ഠയുടെ ദിനങ്ങളിൽ ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും, അല്ലെങ്കിൽ എന്നെ ഭാരപ്പെടുത്തുന്ന, എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന, എൻ്റെ സ്വസ്ഥത കെടുത്തിക്കളയുന്ന എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവ് വ്യാപരിക്കുവാൻ, എല്ലാ തലങ്ങളെയും സ്വർഗത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുവാൻ ഞങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് നമ്മെ സമ്പൂർണ്ണമായിട്ട് നമുക്ക് അടിയറ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല എന്ന് ദൈവത്തിൻ്റെ ദൂതൻ മറിയത്തോട് പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുകയാണ്, മകനെ, മകളെ, ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. നീ എന്തെല്ലാം ഭയപ്പെട്ടാലും, എന്തെല്ലാം ഉത്കണ്ഠപ്പെട്ടാലും, എന്തെല്ലാം രോഗങ്ങളും തകർച്ചകളൊക്കെ നമ്മുടെ ജീവിതത്തിന് കൺമുൻപിലുണ്ട് എങ്കിലും ദൈവത്തിൻ്റെ വചനം വഴി, ദിവികാരൻ യേശുവിൻ്റെ സാന്നിധ്യം വഴി, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വഴി അവയെല്ലാം, എല്ലാ തകർച്ചകളും അകന്നുപോയി ഈ എലിസബത്തും കുടുംബവും, അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശു പോലും ദൈവത്തെ സ്തുതിക്കുന്ന ആ ഒരു ദൈവസ്തുതിയുടെ, നന്ദിയുടെ, കൃതജ്ഞതയുടെ ഒരു അനുഭവം ഈ ദിവസങ്ങളിൽ ദൈവം നമുക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പ്രയാണത്തിൽ നമുക്ക് നിരന്തരം ഈ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് ചേർന്നിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. മാതാവേ, ഞങ്ങളെയും ലോകമെമ്പാടും വിമലഹൃദയത്തിന് തങ്ങളെ തന്നെ സമർപ്പിച്ചിട്ടുള്ള കോടിക്കണക്കിന് ദൈവമക്കളെയും അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെയും ഈ ദിനങ്ങളിൽ ദൈവം കനിഞ്ഞ് അനുഗ്രഹിക്കുവാനായി ഈ കൂട്ടായ്മ ഞങ്ങളൊന്നു ചേർന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനേകരെ ശക്തിപ്പെടുത്തുവാൻ, അമ്മ മാതാവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഒരുപാട് വ്യക്തികളും എല്ലാം ആത്മാവിൽ ബലപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.